ഈ സെക്ഷനിൽ കണ്ടക്റ്റൻസ്, കണ്ടക്ടിവിറ്റി, മോളാർ കണ്ടക്റ്റൻസ്, മോളാർ കണ്ടക്ടിവിറ്റി, കോൾറാഷസ് ലോ ആൻഡ് ഇലക്ട്രോളിസിസ് എന്നീ പോർഷൻസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി കൂളംസ് ആർ റിക്വയർഡ് ഫോർ കൺവേർട്ടിംഗ് 1 mole ഓഫ് ഫെറിക് അയൺ ടു ഫെറസ് അയൺ? അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ എന്താണ് ഡാറ്റ? എന്താണ് നമ്മുടെ കയ്യിൽ ഫെറസ് അയോൺ ആണുള്ളത്, അല്ല ഫെറിക് അയോൺ ആണുള്ളത്. എന്താണ് ഫെറിക് അയോൺ? Fe3+. അതിനെ എന്താക്കിയിട്ട് മാറ്റണം? ഫെറസ് അയോൺ ആക്കിയിട്ട് മാറ്റണം, Fe2+ ആക്കിയിട്ട് മാറ്റണം. ഫെറിക് എങ്ങനെയാ ഫെറസ് ആവുക? ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യണം, അല്ലെ? അപ്പൊ ഈ ഇക്വേഷനിൽ നിന്ന് ക്ലിയർ ആണ്, ഒരു ഫെറിക് അയോണിനെ ഒരു ഫെറസ് അയോൺ ആക്കി മാറ്റാൻ ഒരു ഇലക്ട്രോൺ വേണം. സ്വാഭാവികമായിട്ടും ഒരു മോൾ ഫെറിക് അയോണിനെ ഒരു മോൾ ഫെറസ് അയോൺ ആക്കി മാറ്റാൻ ഒരു മോൾ ഇലക്ട്രോൺ വേണം. അപ്പോ എമൗണ്ട് ഓഫ് ചാർജ് റിക്വയർഡ്, അല്ലെ? ഹൗ മെനി കൂളംസ് ആർ റിക്വയർഡ് എന്ന ക്വസ്റ്റ്യൻ. ദാറ്റ് മീൻസ് ഹൗ മെനി എമൗണ്ട് ഓഫ് ചാർജ് ഈസ് റിക്വയർഡ് എന്ന ക്വസ്റ്റ്യൻ. എമൗണ്ട് ഓഫ് ചാർജ് റിക്വയർഡ്, എമൗണ്ട് ഓഫ് ചാർജ് required is given by എത്രയാണ്? ഒരു മോൾ ഇലക്ട്രോണിന്റെ ചാർജ് ആണ് വേണ്ടത്. ഒരു മോൾ ഇലക്ട്രോണിന്റെ ചാർജ് ആണ് 1 ഫാരഡേ, which is 96500 കൂളം. Second question, find the mass of copper deposited during the electrolysis of copper sulfate solution using a current of 2 ampere passed through the solution for 30 minutes. അപ്പോൾ 2 ആംപിയർ കറന്റ് 30 മിനിറ്റ് നേരത്തേക്ക് പാസ് ചെയ്താൽ, 2 ആംപിയർ കറന്റ് 30 മിനിറ്റ് നേരത്തേക്ക് പാസ് ചെയ്താൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന കോപ്പറിന്റെ അളവ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ റിയാക്ഷനിൽ, അതായത് കോപ്പർ സൾഫേറ്റിന്റെ ഇലക്ട്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യും അറ്റ് കാഥോഡ്. അപ്പൊ കാഥോഡ് നടക്കുന്ന റിയാക്ഷൻ എന്താ? കാഥോഡ് നടക്കുന്ന റിയാക്ഷൻ, കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യുന്ന റിയാക്ഷൻ ഏതാ? Cu2+ 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തിട്ട് കോപ്പർ ആറ്റമായിട്ട് മാറും, അല്ലെ? അപ്പൊ ഈ റിയാക്ഷനിൽ നിന്ന് മനസ്സിലാവുന്നത്, ഒരു മോൾ കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ 2 മോൾ ഇലക്ട്രോൺ വേണം, അതായത് 2 ഫാരഡേ ചാർജ് വേണം. ഓക്കെ, സോ ഫ്രം 2 ഫാരഡേ ചാർജസ്, കേൾക്കണേ, ഫ്രം 2 ഫാരഡേ ചാർജസ്, ദാറ്റ് മീൻസ് ഫ്രം 2 ഫാരഡേ ചാർജസ് വി വിൽ ഗെറ്റ് 1 മോൾ കോപ്പർ, അല്ലെ? അതായത് 2 × 96500 കൂളം ചാർജ് പാസ് ചെയ്താൽ നമുക്ക് 63.5 ഗ്രാം കോപ്പർ കിട്ടും. ഇനി നമ്മൾ എത്ര ചാർജ് പാസ് ചെയ്യുന്നു നോക്കാം. എത്രയാണ്? 2 ആംപിയർ കറന്റ് 30 മിനിറ്റ് നേരത്തേക്ക് പാസ് ചെയ്താൽ എത്ര ചാർജ് ആണ് ഫ്ലോ ചെയ്യുന്നത്? അങ്ങനെ കണ്ടുപിടിക്കാം. ചാർജിന്റെ അളവ് Q is equal to I × T, അല്ലെ? I എത്രയാണ്? 2 ആംപിയർ ഇൻറ്റു T എത്രയാണ്? 30 മിനിറ്റ്, which is 30 × 60 സെക്കൻഡ്സ്. എത്രയാണ്? 236 36 3600 കൂളം. അപ്പൊ നമ്മൾ പാസ് ചെയ്യുന്ന ചാർജ് എത്രയാണ്? 3600 കൂളം ചാർജ് ആണ് പാസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ചാർജ് പാസ് ചെയ്താൽ എത്രയാണ് കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? ഇത്ര ചാർജ് പാസ് ചെയ്താൽ ഇത്ര കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യും എങ്കിൽ അത്ര കൂളം ചാർജ് പാസ് ചെയ്താൽ എത്ര ഗ്രാം കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യും? ഇനി ഈസിയാണ് അങ്ങോട്ട് ചെയ്യാൻ. ഇതിൽ നിന്ന് 1 കൂളം പാസ് ചെയ്താൽ എത്രയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? 63.5 divided by 2 × 96500 ഗ്രാം കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യും, അല്ലെ? ഇനി നമ്മൾ പാസ് ചെയ്യുന്ന ചാർജ് എത്രയാണ്? 3600 കൂളം. അപ്പൊ 3600 കൂളം ചാർജിൽ നിന്ന് എത്രയാണ്? 63.5 divided by 2 × 96500 into 3600 ഗ്രാം കോപ്പർ. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1.184 ഗ്രാം എന്ന് കിട്ടും.
ഇത്രയും കോപ്പറാണ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? നെക്സ്റ്റ് പ്രോബ്ലം, കാൽക്കുലേറ്റ് ദി ചാർജ് required to deposit 40.5 gram of aluminium when the electrode reaction is Al3 plus 3 electron gives Al. 40 ഗ്രാം അലുമിനിയം ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സൊല്യൂഷനിൽ കൂടി എത്ര ചാർജ് പാസ് ചെയ്യണം? നമുക്ക് ആകെ തന്നിട്ടുള്ള ഹിന്ദി രണ്ടെണ്ണമാണ്. അപ്പൊ ഈ റിയാക്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, 1 മോൾ അലുമിനിയം ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ, കേൾക്കണേ, 1 മോൾ അലുമിനിയം ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ 3 മോൾ 3 ഫാരഡേ ചാർജ് ആവശ്യമാണ്. അല്ലേ? ദാറ്റ് മീൻസ് 1 മോൾ അലുമിനിയം എന്ന് വെച്ചാൽ 27 ഗ്രാം അലുമിനിയം ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ 3 × 96500 കൂളം ചാർജ് ആവശ്യമാണ്. അല്ലേ? അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം അലുമിനിയം ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ 3 × 96500 ഡിവൈഡ് ബൈ 27 കൂളം ചാർജ് ആവശ്യമാണ്. ഇനി നമ്മൾ പാസ് ചെയ്യുന്നത് എത്രയാണ്? അല്ല, നമുക്ക് ആവശ്യമായ അലുമിനിയം എത്രയാണ്? 40 ഗ്രാം ആണ്. എങ്കിൽ 40 ഗ്രാം അലുമിനിയം കിട്ടണമെങ്കിൽ 3 × 96500 ഡിവൈഡ് ബൈ 27 into 40.5 കൂളം ചാർജ് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 4,34,250 കൂളം ചാർജ് കിട്ടും. ഇത്രയും കൂളം ചാർജ് പാസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്ക്. കാൽക്കുലേറ്റ് ദി മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ഓഫ് AgCl ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. അപ്പോൾ 3 ഡാറ്റ തന്നിട്ടുണ്ട്. ഓക്കെ, ആ 3 ലാംഡാ സീറോകളിൽ നിന്ന്, 3 ഇലക്ട്രോലൈറ്റുകളുടെ ലാംഡാ സീറോകളിൽ നിന്ന് AgClന്റെ ലാംഡാ സീറോ കണ്ടെത്തണം. അപ്പോൾ നമുക്കിനി കോൾറാഷസ് ലോ ഉപയോഗിക്കാം. എങ്ങനെ? AgCl എന്ന് പറഞ്ഞാൽ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റാണ്. അപ്പോ ഇതിന്റെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ 3 സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകൾ തന്നിട്ടുണ്ട്. ഓക്കെ, ഏതെല്ലാം? Ag പ്ലസ് അടങ്ങിയിട്ടുള്ള AgNO3, Cl മൈനസ് അടങ്ങിയിട്ടുള്ള KCl, പുതുതായിട്ട് ആഡ് ചെയ്യപ്പെട്ട് Kയും NO3 ചേർന്നിട്ടുള്ള KNO3. അപ്പൊ നമുക്ക് കോൾറാഷസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലാംഡാ സീറോ ഓഫ് AgNO3 പ്ലസ് ലാംഡാ സീറോ ഓഫ് KCl മൈനസ് ലാംഡാ സീറോ ഓഫ് KNO3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 133.4 പ്ലസ് 149.9 മൈനസ് 144.9. ഓക്കെ, ഇതിന്റെ വാല്യൂ 138.4 സീമൻ സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. നെക്സ്റ്റ് പ്രോബ്ലം, ലാംഡാ സീറോ വാല്യൂസ് ഫോർ 3 ഇലക്ട്രോലൈറ്റ്സ് NaCl, NaBr, KCl 3 എണ്ണത്തിൻ്റെ ലാംഡാ സീറോ വാല്യൂ തന്നിട്ടുണ്ട്. ബ്രോമൈഡ് അയോണിൻ്റെ ലാംഡാ സീറോ വാല്യൂ തന്നിട്ടുണ്ട്. K+ അയോണിൻ്റെ ലാംഡാ സീറോ വാല്യൂ കണ്ടെത്തണം. അപ്പോൾ ഈ 3 ഇലക്ട്രോലൈറ്റിൻ്റെ NaCl നേരെ നോക്കണേ. ലാംഡാ സീറോ ഫോർ NaCl, ലാംഡാ സീറോ ഫോർ വാട്ട് NaBr, ലാംഡാ സീറോ ഫോർ KCl. ഈ 3 എണ്ണം തന്നത് കണ്ട. ഈ 3 എണ്ണം ഉപയോഗിച്ചിട്ട് നമുക്ക് KBrന്റെ ലാംഡാ സീറോ കണ്ടെത്താം. KBrൽ K+ നേരെ K+ അയോണുള്ള ഇലക്ട്രോലൈറ്റ് ആണിത്. Br- ഉള്ള ഇലക്ട്രോലൈറ്റ് ആണിത്. അല്ലെ, K+ ഉള്ള ഇലക്ട്രോലൈറ്റ് ആണിത്. Br- ഉള്ള ഇലക്ട്രോലൈറ്റ് ആണിത്.
അപ്പോൾ ഈ രണ്ടെണ്ണത്തിലേക്ക് പുതുതായി ചേർത്തത് ഏതാ? Na പ്ലസും Cl മൈനസും. അപ്പോൾ പുതുതായിട്ട് ചേർത്ത അയോണുകൾ ചേർന്നിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ആണ് ഇത്. അപ്പോൾ ഇതിന്റെ ലാംഡ 0 പ്ലസ് ഇതിന്റെ ലാംഡ 0 മൈനസ് ഇതിന്റെ ലാംഡ 0, that means ലാംഡ 0 for KCl plus lambda 0 for NaBr minus lambda 0 for NaCl will give the values for lambda 0 for KBr. അല്ലേ? അപ്പോൾ നാം കൊടുത്ത KCl ന്റെ എത്രയാ? 149.9. NaBr ന്റെ എത്രയാ? 128.2. മൈനസ് NaCl ന്റെ 126.5. ഓക്കെ, ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 128.2 പ്ലസ് 149.9 മൈനസ് 126.5 ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 151.6 ആണ്. 151.6 സീമെൻസ് സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. ഇനി ലാംഡ 0 for KBr എന്ന് പറഞ്ഞാൽ ബൈ കോളേഷ്യസ് ലോ which is lambda 0 for K plus lambda 0 for Br minus. അതിൽ Br minus ന്റെ തന്നിട്ടുണ്ട് എത്രയാ? 78.1 plus lambda 0 for Br minus is equal to 151.6. From this lambda 0 for Br minus is equal to 151.6 minus 78.1. Okay, which the value is given by 73.5 Siemens centimeter square mole inverse. അടുത്ത ക്വസ്റ്റ്യൻ, limiting molar conductivity of acetic acid is 387 Siemens centimeter square mole inverse. At the same temperature but at the concentration of 1 mole in 1000 liter, it is 55 Siemens centimeter square mole inverse. What is the percentage of dissociation of 0.001 molar acetic acid? എന്താ ചോദിക്കുന്നത്? തന്നിട്ടുള്ളത് എന്താ? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് വെച്ചാൽ മോളാർ കണ്ടക്ടിവിറ്റിയുടെ ലിമിറ്റിംഗ് വാല്യൂ which is lambda 0. So lambda 0 തന്നിട്ടുണ്ട് എത്രയാ? 387 Siemens centimeter square mole inverse. അതായത് 0 കോൺസെൻട്രേഷനിലുണ്ട്. ഇനി വേറൊരു കോൺസെൻട്രേഷൻ, എത്രയാണ് കോൺസെൻട്രേഷൻ? 1 മോൾ ഇൻ 1000 ലിറ്റർ എന്ന് പറഞ്ഞാൽ 0.001 മോളാണ് അല്ലേ? മോളാരിറ്റി എന്താ? നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം 1/1000 0.001 മോളാർ സൊല്യൂഷൻ. വേറൊരു കോൺസെൻട്രേഷൻ, ആ കോൺസെൻട്രേഷനിലുള്ള ലാംഡയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ലാംഡ എം അറ്റ് കോൺസെൻട്രേഷൻ, വേറൊരു കോൺസെൻട്രേഷൻ, ആ കോൺസെൻട്രേഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. അവിടുത്തെ വാല്യൂ എന്താണ്? ലാംഡയുടെ വാല്യൂ എന്താണ്? 55 Siemens centimeter square mole inverse. നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ, ഈ കോൺസെൻട്രേഷനിൽ അതായത് 0.001 മോളാർ കോൺസെൻട്രേഷനിൽ എന്താണ് ഡിസോസിയേഷന്റെ പെർസെൻറ്റേജ്, അതായത് ആൽഫയുടെ പെർസെൻറ്റേജ് എത്രയാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം ആൽഫ കണ്ടെത്തുക. ആൽഫ എന്താണ്? ആൽഫ ഇസ് ഈക്വൽ ടു ലാംഡ എം at any concentration divided by lambda 0 അല്ലേ? which is 55 divided by 387. ഓക്കെ, അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.1421 എന്ന് കിട്ടും. സോ ദി ആൽഫയുടെ പെർസെൻറ്റേജ് എത്രയാണ്? അപ്പോൾ 14.21%. അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, conductivity of 0.001028 molar acetic acid is 4.95 into 10 raised to minus 5 Siemens centimeter inverse. Find its dissociation constant if lambda 0 for acetic acid is 390.5 Siemens centimeter square mole inverse. എങ്ങനെ ചെയ്യാം? എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. Concentration C is equal to 0.001028 molar. പിന്നെയോ അതിന്റെ കണ്ടക്ടിവിറ്റി K തന്നിട്ടുണ്ട്. കാപ്പ എത്രയാ? 4.95 into 10 raised to minus 5
സീമെൻസ് സെന്റിമീറ്റർ ഇൻവേഴ്സ്. ഇത് കണ്ടുപിടിക്കാൻ വേറൊന്നും കൂടി തന്നിട്ടുണ്ടല്ലോ, ലാംഡ 0 എത്രയാ 390.5 സീമെൻസ് സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ, അസറ്റിക് ആസിഡ് എന്ന വീക്ക് ആസിഡിന്റെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് Ka. Ka എങ്ങനെ കണ്ടുപിടിക്കാം? Ka is equal to C alpha square by 1 minus alpha. അപ്പൊ C തന്നിട്ടുണ്ട്, പക്ഷെ ആൽഫ ഇല്ലല്ലോ. ഉണ്ടോ? ആൽഫ ഉണ്ടോ? അപ്പൊ ആൽഫ കണ്ടെത്തണം. ആൽഫ എങ്ങനെ കണ്ടെത്താം? ആൽഫ ഇസ് ഈക്വൽ ടു ലാംഡ എം അറ്റ് എനി കോൺസെൻട്രേഷൻ C ഡിവൈഡഡ് ബൈ ലാംഡ 0. അപ്പോ അതിൽ ലാംഡ 0 അറിയാം. അതിൽ ലാംഡ 0 അറിയാം നമുക്ക്, പക്ഷെ ലാംഡ എം ഈ കോൺസെൻട്രേഷനിലുള്ള ലാംഡയുടെ വാല്യൂ അറിയില്ല. അപ്പൊ ആദ്യം ആ കോൺസെൻട്രേഷനിലുള്ള ലാംഡയുടെ വാല്യൂ കണ്ടെത്തണം. ഓക്കെ, എന്നിട്ട് ആൽഫ കണ്ടെത്തണം. ആ ആൽഫ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ടത് ലാംഡ എം ആണ് കണ്ടെത്തേണ്ടതാണ്. ലാംഡ എം ഇസ് ഈക്വൽ ടു മോളാർ കണ്ടക്ടിവിറ്റി ഇസ് ഈക്വൽ ടു K into 1000 by molarity, which is the concentration. Okay, K എത്രയാ 4.95 into 10 raised to minus 5 into 1000 divided by molarity 0.001028. ഇതാണ് ലാംഡ. അപ്പൊ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 48.15 സീമെൻസ് സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് ആൽഫ കണ്ടെത്താം. ആൽഫ എന്താ? ലാംഡ എം ഡിവൈഡഡ് ബൈ ലാംഡ 0, which is 48.15 divided by 390.5. ഓക്കെ, അപ്പൊ അവിടെ ആൽഫയുടെ വാല്യൂ നമുക്ക് 0.1233 എന്ന് കിട്ടും. Then Ka is equal to C alpha square divided by 1 minus alpha, which is equal to C എത്രയാ 0.001028 alpha 0.1233 അതിന്റെ സ്ക്വയർ divided by 1 minus alpha 0.1233. ഓക്കെ, അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1.78 into 10 raised to minus 5. Okay, next question. Calculate the equivalent conductance of 0.12 normal solution of an electrolyte whose specific conductance is 0.024 Siemens centimeter inverse. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് കണ്ടെത്തേണ്ടത് ലാംഡ ഇക്വിവാലന്റ് ആണ്, which is equal to K into 1000 by normality. അല്ലേ? K തന്നിട്ടുണ്ട്, സ്പെസിഫിക് കണ്ടക്ടൻസ് തന്നിട്ടുണ്ട് 0.024 into 1000 divided by normality തന്നിട്ടുണ്ട് 0.12. ഓക്കെ, അപ്പൊ ആൻസർ 200 Siemens centimeter square equivalent inverse. Next question. Calculate the equivalent conductance of 1 molar sulfuric acid if its conductivity is 26 into 10 raised to minus 2 Siemens centimeter inverse. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടെത്തേണ്ടത് ലാംഡ EQ ആണ്, അല്ലേ? ലാംഡ EQ is equal to K into 1000 by normality. K എത്രയാ? K തന്നിട്ടുണ്ടല്ലോ 26 into 10 raised to minus 2 into 1000. പക്ഷെ നോർമാലിറ്റി തന്നിട്ടില്ല, മൊളാരിറ്റിയാണ് തന്നിട്ടുള്ളത്, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് അറിയാം 1 മോളാർ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 നോർമൽ സൾഫ്യൂരിക് ആസിഡ് ആണ്, അറിയാലോ, അല്ലെ? എന്തുകൊണ്ട്? ഇക്വിവാലന്റ് മാസ് മോളിക്കുലാർ മാസ് 98, ഇക്വിവാലന്റ് മാസ് 49. അപ്പൊ മൊളാരിറ്റി ഒരു 1 മോളാർ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ 2 നോർമൽ സൾഫ്യൂരിക് ആസിഡ് ആണ്. ഓക്കെ, അപ്പൊ നോർമാലിറ്റി എത്രയാണ്? 1 മോളാർ ആണ് തന്നിട്ടുള്ളത്, നോർമാലിറ്റി 2 ആണ്. അപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 130
സീമൻ സെന്റിമീറ്റർ സ്ക്വയർ, സീമൻ സെന്റിമീറ്റർ സ്ക്വയർ ഇക്വിവാലന്റ് ഇൻവേഴ്സ്. ഓക്കെ, the resistance of 0.01 normal NaCl solution is 200 ohm at 20 degrees Celsius. Cell constant of conductivity cell is unity. Calculate the equivalent conductance of the cell. അപ്പോൾ ഇവിടെ നമുക്ക് ലാംഡ ഇക്യു ആണ് കണ്ടെത്തേണ്ടത്. എന്തൊക്കെയാണ് ഗിവൺ ഡാറ്റ? കണ്ടക്ടിവിറ്റി സെല്ലിന്റെ റെസിസ്റ്റൻസ് R തന്നിട്ടുണ്ട് 200 ഓം. പിന്നെയോ സെൽ കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. എന്താ സെൽ കോൺസ്റ്റന്റ്? L/A, വിച്ച് ഈസ് യൂണിറ്റി, അത് ഒന്നാണ്. പിന്നെന്താണോ നോർമാലിറ്റി തന്നിട്ടുണ്ട് അല്ലെ, നോർമാലിറ്റി n is equal to 0.01 നോർമൽ. ഓക്കെ, ഇത്ര ഡാറ്റയാണ് തന്നത്. എന്നിട്ട് K കണ്ടുപിടിക്കാൻ പറഞ്ഞു. അല്ലെ, കാൽക്കുലേറ്റ് അല്ല, ലാംഡ ഇക്യു കണ്ടുപിടിക്കാൻ പറഞ്ഞു. ലാംഡ ഇക്യു, so lambda is eq is equal to k into 1000 by normality അല്ലേ. പക്ഷെ k തന്നിട്ടുണ്ടോ? സ്പെസിഫിക് കണ്ടക്ടൻസ് തന്നിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. പക്ഷെ സ്പെസിഫിക് കണ്ടക്ടൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയില്ലേ. എന്താണ്? C into L/A. C എന്താണ്? 1/R. so 1/R into L/A, 1/R, 1/200 into L/A is 1, which is 1/200. സെക്കൻഡ് വാല്യൂ ഇവിടെ കൊടുത്താൽ 1/200 into 1000 divided by normality 0.01. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 500 സീമൻ സെന്റിമീറ്റർ സ്ക്വയർ ഇക്വിവാലന്റ് ഇൻവേഴ്സ് ആൻസർ.